നമസ്കാരം. ഇന്ന് നമ്മുടെ 100ാമത്തെ എപ്പിസോഡാണ്. ഞാൻ ഹോസ്പിറ്റലൈസായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ വരും മെയിലിലൊക്കെ. അപ്പം നമ്മൾ വീക്കിലി എൻഗേജ്മെൻറ്റ് ചെയ്യണം, അടുത്ത എപ്പിസോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും. ഓരോ നമുക്ക് ഇൻഫർമേഷൻ വരും, അതനുസരിച്ച് വേണം നീങ്ങാൻ. ഞാൻ അതുകൊണ്ട് തന്നെ 100ാമത്തെ എപ്പിസോഡ് ഞാൻ മാറിയിരുന്ന് ചെയ്യുകയാണ്. ഇന്ന് പറയാൻ പോകുന്നത്, ഞാൻ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് പലരും നിങ്ങൾക്ക് പകുതി പറഞ്ഞു തന്നിട്ട് ബാക്കി പിന്നെ വാട്സപ്പിൽ ബന്ധപ്പെടാൻ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അവരിത് ചോദിക്കുന്നത്. ഞാൻ ഇത് പറഞ്ഞല്ലോ, ഞാനിത് അതിന് വേണ്ടിയിട്ടല്ല ഈ ചെയ്യുന്നത്. ഞാൻ ആദ്യം തൊട്ട് ഒന്നും കൂടെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. മാക്സിമം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കിട്ടിയ പുതിയ അറിവുകളും കൂടെ കൂട്ടി. നിങ്ങൾ ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ കൂടി നിങ്ങൾ ലുല്ലു മോളെന്നോ എല്ലാം ബട്ടർഫ്ലൈ എന്നൊക്കെ ഇട്ട് ഫേസ്ബുക്ക് ചെയ്യാതിരിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ചെയ്തു. കാരണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏത് പേരിലാണോ ആ പേരിൽ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ടിലെ കറക്റ്റ് പേര്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ഒടുവിൽ ഈ റിട്ടേൺ വരുമ്പോഴത്തേനും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ചോദിക്കുമ്പം ഈ ബാങ്ക് അക്കൗണ്ടും ഈ ഫേസ്ബുക്ക് പേജിൻ്റെ പേരും ഒക്കെ ഒന്നായിരിക്കണം. നിങ്ങൾ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ വേറൊരു പേര് ചേർത്തോ. ലാസ്റ്റ് അത് മാറ്റാൻ ഭയങ്കരമായിട്ട് പാടുപെടും. പിന്നെ നിങ്ങൾ വേറെ അക്കൗണ്ട് എടുക്കേണ്ട വരും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസുകെട്ടുകൾ വരും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം ഞാൻ തന്നെ എൻ്റെ ആദ്യത്തെ ഫേസ്ബുക്ക് പോയിട്ട് ഞാൻ ഒറ്റയാൻ പറഞ്ഞ് ഇട്ടിരുന്നു. പക്ഷെ അത് മാറ്റാൻ എൻ്റെ എത്ര അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടും അത് പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ജോയ്സിനെ മേലാട്ടെന്നാക്കിയപ്പം, കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കറക്റ്റ് എൻ്റെ അക്കൗണ്ട് നമ്പറിൻ്റെ പാൻ കാർഡ് ഒക്കെ ഒന്നായിരിക്കുമല്ലോ, അത് ഇതാകുന്നില്ല, എൻട്രി ആകുന്നില്ല. കാരണം ഞാൻ പിന്നെ ഒറ്റയാൻ ബ്രാക്കറ്റ് ചേർത്ത് കൊടുത്തപ്പോഴാണ് അവരത് അക്സെപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളുടെ ശരിക്കുള്ള പേരിൽ തന്നെ ഫേസ്ബുക്ക് മാക്സിമം ഇത് ചെയ്യുക. രണ്ടാമത് അതിനുശേഷം നിങ്ങൾ 500 ആകുമ്പോഴോ 1000 ആകുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ആകുമ്പോൾ കിട്ടുമെന്ന് പറയുന്നത് വിശ്വസിക്കില്ല. കാരണം നിങ്ങൾക്ക് 500 1000 ആകുമ്പോഴത്തേനും അവർ ഓപ്പൺ ചെയ്ത് തരും ഒരു 5 എണ്ണം. അതായത് സ്റ്റാർസ്, ഇൻസ്ട്രീമാർട്സ് മൊത്തത്തിൽ 4 എണ്ണം കൂടെ കൂടിയാണ്. പിന്നെ പാർട്ട്ണർഷിപ്പ് ആർട്സ് എന്നൊക്കെ പറഞ്ഞൊരു 4 എണ്ണം. അതെല്ലാം ലോക്കായിട്ട് കിടക്കും. നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളതിലൊരു സബ്മിറ്റ് എന്നും പറഞ്ഞ് അത് റൈറ്റ് സൈഡിലൊരു വലത്തെ ഒരു ഇതില്ലേ, അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഇതിൻ്റെ എല്ലാം അത് ക്ലിക്ക് ചെയ്യുമ്പം താഴോട്ട് കുറേ വാർണിങ്സൊക്കെ കണ്ടിട്ട് സബ്മിറ്റ് എന്നും പറഞ്ഞാൽ ആ സബ്മിറ്റ് മാത്രം നിങ്ങൾ ഈ 4 എണ്ണത്തിന് കൊടുത്തു വെച്ചാൽ മതി. ബാക്കി ഫേസ്ബുക്കാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് തരുന്നത്. പിന്നെ മൂന്നാമതായിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് സബ്സ്ക്രൈബർ 5000 ആക്കാൻ പാടൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് 1000, 1500, 2000 ഒക്കെ കാണും ഫ്രണ്ട്സ്. ഈ ഫ്രണ്ട്സ് എല്ലാം നിങ്ങൾക്ക് വല സൈഡിലുള്ള ഡോട്ടുകൾ, ആ ഡോട്ട് ഞെക്കി കഴിയുമ്പോഴത്തേനും അതിനകത്തൊരു ഓപ്ഷൻ കാണും, പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ അല്ലെങ്കിൽ ഓഫ് എന്ന്. അത് ഓണാക്കിയാൽ മതി നിങ്ങളുടെ പ്രൊഫഷണൽ. അപ്പോഴത്തെ ആ ഓൺ ആകുന്നതോട് കൂടി തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഓട്ടോമാറ്റിക്കലി ഫോളോവേഴ്സ് ആകും. അത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ചേർക്കാനുള്ള ഓപ്ഷൻ വരും. നിങ്ങൾ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യലേ, ആ ഫ്രണ്ട്സ് ആര് നിങ്ങൾ ഒരു ദിവസം 200 പേര് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് പിന്നെ 200 പേരെ വീതം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ അതിലൊരു 50 പേര് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് വരുന്ന ഫ്രണ്ട് അക്സെപ്ഷൻ, നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്തവരും എല്ലാം നിങ്ങളുടെ ഫോളോവേഴ്സ് ആവും. അത് ചെയ്യുക. അപ്പോൾ ആ ഫോളോവേഴ്സ് 5000 അല്ല, ഇപ്പോൾ 10000 ആണ് കേട്ടോ. അപ്പോൾ 1000 തൊട്ട് സ്റ്റാർസില്ല. സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഒരാൾ നമുക്ക് 25 രൂപ തരണം. ഒരു സ്റ്റാർ ഒരാൾ നമ്മൾ ഗിഫ്റ്റ് തന്നാൽ ആ 25 രൂപ തരാൻ ഒരാൾ തയ്യാറാകണം. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് പരസ്യം നിങ്ങളുടെ ഇതിൽ പോപ്പുലറായി കഴിഞ്ഞാൽ പരസ്യം കിട്ടും എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിക്കും. പരസ്യം ചെയ്യാനോ താല്പര്യമുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ ഇതിൽ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അത് ചെയ്യുക. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷണൽ മോഡാക്കാൻ ചിലർക്ക് പറ്റുന്നില്ല എന്നും പറഞ്ഞ് ഈയിടയ്ക്ക് എന്നെ വഴിയിലൊക്കെ നിർത്തി ചോദിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ അവർ പ്രൈവറ്റായിട്ടാണ് അത് വെച്ചേക്കുന്നത്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് 5000, 8000, 10000 ഒക്കെ അവർക്ക് ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ അവർ പ്രൈവറ്റാണ്. പ്രൈവറ്റ് ഒരിക്കലും അത് പബ്ലിക്കാക്കുക. അതിനുശേഷം നിങ്ങൾ പാലിക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട്. വീക്കിലി ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു എപ്പിസോഡെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം.
ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് 1000 വ്യൂവേഴ്സ് ശരാശരി ഉണ്ടാകണം. അതിന് നിങ്ങൾക്ക് ഷെയർ ഓപ്ഷനുണ്ട്. അതിന് നിങ്ങൾക്ക് കുറേ ഗ്രൂപ്പുകൾ നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് ആവശ്യപ്പെടും, ഇൻവൈറ്റ് ചെയ്യും. ആ ഗ്രൂപ്പിലെല്ലാം നിങ്ങൾ നല്ലത് നോക്കി ആഡ് ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് ലീവ് ആകാതെ അത് കൊള്ളുകയില്ലാത്ത ഗ്രൂപ്പല്ല. അപ്പം നിങ്ങൾക്ക് കൊള്ളാവുന്ന ഒരു 100 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 50 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഷെയർ ചെയ്താൽ മതി. അത് ആദ്യം അവർ സംശയിക്കും. നല്ല കണ്ടൻറ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും അവരത്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് 10 പേര് കണ്ടാൽ മതി. അത് 50 ഗ്രൂപ്പാണെങ്കിൽ എത്ര 250 പേര് കാണും ഗ്രൂപ്പ്. എന്നിട്ട് ഇവർ കുറച്ച് ആൾ ഫേസ്ബുക്ക് നമുക്കൊരു 3 പ്രാവശ്യം ഷെയർ ചെയ്യാനുള്ള 3 എപ്പിസോഡ് തന്നു കഴിഞ്ഞാൽ 4ാമത്തെ എപ്പിസോഡ് അവർ ഷെയറിങ് ഓപ്ഷൻ തരില്ല. നമ്മുടെ സ്വന്തമായിട്ടുള്ള വ്യൂവേഴ്സ് എത്രയാണെന്ന് നോക്കും. നമുക്ക് 2000 3000 കിട്ടുന്നത് പെട്ടെന്ന് 750 500 ഒക്കെ ആയിപ്പോവും. അത് നമ്മുടെ സ്വന്തം വ്യൂവേഴ്സാണ്. അത്രയും നിങ്ങളുടെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ നിങ്ങൾ ചിന്തിക്കുക, ഒരു മൊബൈലിൽ 1000 പ്രാവശ്യം അത് എടുത്തെടുത്ത് കണ്ടാലും അത് ഒരു വ്യൂ ആണ്. ഒരു മൊബൈൽ ഒരു വ്യൂ ആണ് കേട്ടോ. 1000 മൊബൈലിൽ കണ്ടാലേ 1000 വ്യൂ ആവുള്ളൂ. ഇനി 10 പേര് ഒരു മൊബൈലിൽ കാണാം, നിങ്ങളുടെ മൊബൈലിൽ തന്നെ എല്ലാവരും കാണിച്ചു കൊടുക്കുക, അത് 10 വ്യൂ ആവുമെന്ന് ചിന്തിക്കേണ്ട, അത് ഒരു വ്യൂ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ചെയ്യുമ്പോൾ 3 മിനിറ്റിൻ്റെ ശരാശരി 3 മിനിറ്റിൻ്റെ എപ്പിസോഡുകൾ ചെയ്യുക. 3-4 മിനിറ്റ് ചെയ്തോ, 3 മിനിറ്റെങ്കിലും കാണുമല്ലോ. അപ്പം അതാണ് ഈ 3 സെക്കൻഡ് വ്യൂവേഴ്സും 1 മിനിറ്റ് വ്യൂവേഴ്സും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഒരു ടോട്ടാലിറ്റിയാണ് അതിൻ്റെ. അതുകൊണ്ട് നിങ്ങൾ 3 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്യുക, എന്ത് ചെയ്താലും 3 മിനിറ്റ് മേളിലുള്ളത്. അപ്പോൾ അങ്ങനെ അത് 1000 പേര് ഒരു എപ്പിസോഡ് കാണണം. അത് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തരുന്ന കമൻറ്റുകൾ നിങ്ങൾ മറുപടി ഇട്ടിരിക്കണം. അതൊക്കെ വാണിംഗ് തരും അവർ. കുറച്ച് നിങ്ങളുടെ മോട്ടിവേഷൻ കൂടി വരുമ്പം നിങ്ങൾ എന്നിട്ട് നിങ്ങളോട് പറയും ഇത്ര ഇതിന് നിങ്ങൾ കമൻറ്റിന് റീകമൻറ്റ് കൊടുക്കണം. പിന്നെ നിങ്ങൾ ആരെ അങ്ങോട്ട് കയറി ചീത്ത വിളിക്കരുത്. നിങ്ങൾക്ക് ചീത്ത വിളിക്കാം, നിങ്ങളെ ഒരുപാട് ചീത്ത വിളിക്കുന്ന ആളെ നിങ്ങൾക്ക് തിരിച്ചും അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അന്നേരം ഫേസ്ബുക്ക് നോക്കും നിങ്ങളുടെ ഭാഗത്താണോ തെറ്റെന്ന്. നിങ്ങളെ ഒരാൾ 2-3 പ്രാവശ്യം മോശമായി സംസാരിച്ചപ്പോൾ നിങ്ങൾ അതിന് കൊടുക്കുന്ന വിളിയാണ് ചീത്ത എങ്കിൽ അവർക്ക് മനസ്സിലാവും നിങ്ങളല്ല തെറ്റുകാരൻ. കാരണം അവർ ആദ്യമേ പറയുന്നുണ്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെന്ന്. കുറേ പ്രാവശ്യം അവർ അത് തുറന്ന് അവരെ ഫേസ്ബുക്കേ കട്ടായി പോകും. കാരണം അവർ അതിനുള്ളൊരു ഉപാധിയായിട്ടല്ല ഈ ഫേസ്ബുക്ക് ചെയ്തു വച്ചിരിക്കുന്നത്. പിന്നെ മാത്രമല്ല നമ്മൾ ഓരോരുത്തരുടെ നമ്മളൊരു ദിവസം 1.5 മണിക്കൂറെങ്കിലും ഫേസ്ബുക്കിൽ ചിലവാക്കിയിരിക്കണം. അതായത് അത് കറക്റ്റ് അവർ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്ര മണിക്കൂർ നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാം ഇടുന്ന പ്രോഗ്രാമും കൂടാതെ നിങ്ങൾ മറ്റുള്ളവരുടെയും കാണണം. എന്നിട്ട് അതിന് കമൻ്റ് ഇടണം. ലൈക്ക് ഇട്ടാൽ പോരാ, നിങ്ങളതിന് കമൻ്റ് ഇടണം. നല്ല പ്രോഗ്രാമുകളെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് ഗുഡെന്നും പറഞ്ഞോ ഒക്കെ കമൻ്റ് ഇട്ടാൽ നല്ലതിന് മാത്രം ഇട്ടാൽ മതി. നിങ്ങളൊരു 10 കമൻ്റ് ഇടണം. അത് ടൈപ്പ് ചെയ്യാനുള്ള സമയമില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പുറകെ പോയിട്ട് യാതൊരു കാര്യമില്ല. കമൻറ്റും ലൈക്കും ഒക്കെ ഇടണം നിങ്ങൾ അല്ലാതെ നിങ്ങൾ മാത്രം അങ്ങോട്ട് പ്രതീക്ഷിച്ച് നിങ്ങളത് ഇത് ചെയ്യണ്ട. പിന്നെ നിങ്ങളെ ആരെങ്കിലും മോശമായി ചിത്രീകരിക്കും, മോശമായ കമൻ്റ് ഇടുമെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ബ്ലോക്ക് ഓപ്ഷൻ ഉണ്ടത്. നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം അവരെ. അല്ലാതെ നിങ്ങൾ അതോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. കാരണം നിങ്ങൾ ഒരു മോശമായ എന്തെങ്കിലും ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് നോക്കിയേ, നിങ്ങളുടെയൊക്കെ ഒരു 3 വാണിംഗ് തരും. മെസ്സേജിലോ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ മെസ്സഞ്ചറിൽ അത് വരും. ഇൻസ്റ്റാഗ്രാമിൽ സ്വാഭാവികമായിട്ടും വരും. ഇൻസ്റ്റാഗ്രാമിലിടുന്ന ഇതിലേക്ക് വരും. നിങ്ങളുടെ ഇതെല്ലാം റീൽസിലും ഇടണം. റീൽസിലും ഇതെല്ലാം പോസ്റ്റ് ചെയ്യണം. റീൽസും അവർ നോക്കും. കാരണം റീൽ ചലഞ്ചൊക്കെ 100 ആയാൽ അതൊക്കെ നമുക്ക് ഏണിങ്സിനുള്ളതാണ്. ഇങ്ങനെ എല്ലാ സംഭവങ്ങളോടെ ഓക്കെ ആയാൽ നിങ്ങൾക്ക് 4 5 താഴ് പോലുള്ള സംഭവം ഉണ്ട്. അതിലോരോന്നോരോന്നവർ ഓപ്പണാക്കി അവർ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും. അപ്പം അത് നാളെ ഇൻസ്റ്റിമാറ്റ്സ് എന്നും പറഞ്ഞ് ഫുള്ള് വരും. അന്നേരമാണ് നിങ്ങൾക്ക് ശരിക്കുമുള്ള ഒരിത് കിട്ടുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് 25 രൂപ കിട്ടിയാലും $50 കിട്ടിയാലും നിങ്ങൾക്ക് പേ ഔട്ട് എടുക്കാൻ നോക്കുകയില്ല. $100 ആകണം. അന്നേരം അതിൻ്റെ ടാക്സ് പിടിച്ചെടുക്കും. പിന്നെ നിങ്ങൾ ഈ അക്കൗണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ പോയിട്ട് ഒരു അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് 10-200 രൂപ കൊടുത്താൽ ഒരു CA അത് ചെയ്തു തരും. അവരത് കൃത്യം അതിനകത്ത് GST നിങ്ങളെ ചേർക്കാൻ പറയും. GST ആയിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, നിങ്ങളത് ചേർക്കാൻ വേണ്ട. അതൊക്കെ പിന്നത്തെ കാര്യമാണ്. അതൊക്കെ നിങ്ങളുടെ പേ ഔട്ടിന് GST ചുമ്മാ കൊടുത്തിരിക്കുന്നതാണ്, അതൊന്നും വേണ്ട. പിന്നെ
ഇന്ത്യൻ പൗരന് ഇന്ത്യയിലെ ഇത് തന്നെ വേണം, അക്കൗണ്ട് തന്നെ വേണം, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രത്യേകതകളുണ്ട്. ഇത്രയൊക്കെയാണ് നിങ്ങളതിൽ ശ്രദ്ധിച്ച് പോകേണ്ടത്. ഇത് നിങ്ങൾക്ക് ഈ ചുമ്മാ ചാറ്റിങ്ങിലും ചീറ്റിങ്ങിലും ഒക്കെ പോയി പെടാതെ എല്ലാവർക്കും, വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഇത് ചെയ്യാവുന്നേ. ഒരുപാട് നല്ല കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ അതിൽ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ളൊരു വരുമാനം 10,000-20,000 രൂപ മാസം ഉണ്ടാക്കാൻ ഇതിന് പറ്റും. ഇപ്പോൾ തന്നെ യൂട്യൂബിൻ്റെ കണ്ടില്ലേ, യൂട്യൂബ് 7 പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ വെച്ചു. ഞാൻ പേടിച്ചു പോയി, എൻ്റെ യൂട്യൂബൊക്കെ പോയി കളയുന്നു. പക്ഷേ കുറേ യൂട്യൂബ് എനിക്ക് തോന്നുന്നു 16 കണക്കിന് ഇല്ലാതായി കളഞ്ഞു. യൂട്യൂബ് അത് ക്യാൻസലായി പോയി. നമ്മൾ രാവിലേക്കും ആ യൂട്യൂബ് ഇല്ല. കാരണം അവർ വെച്ച 7 നിർദ്ദേശങ്ങളും എന്നെപ്പോലെ ഒരാൾക്ക് ഗുണമാണ്. കാരണം ഞാൻ എൻ്റെ സ്വന്തം കണ്ടൻറ്റാണ് ഇടുന്നത്. മറ്റേ കടൽ തീരമൊക്കെ ഷൂട്ട് ചെയ്ത് ചിട്ടാലൊന്നും അവർ ചെയ്യില്ല, കുറേ വഴികൾ ഷൂട്ട് ചെയ്തിട്ട്. കാരണം അതിനകത്ത് എന്തെങ്കിലും തീം വേണം, എന്തെങ്കിലും മെസ്സേജ് വേണം, അങ്ങനെയുള്ളത് എടുക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പലരും ചെയ്യുന്ന, എനിക്ക് 17,000 ഫോളോവേഴ്സുള്ള ഒരു സംഭവത്തിൽ 1 രൂപ പോലും തിരിച്ച് കിട്ടുന്നില്ല. ബെഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർ എനിക്ക് സെൻഡ് ചെയ്യാൻ. കാരണം ആ കുട്ടി ഇടുന്നത് മൊത്തത്തിന് പുറകിലും 1 മിനിറ്റിന് കുറവുള്ള റീൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും. എന്നിട്ട് ആ കുട്ടി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മ്യൂസിക് എടുത്ത് ഇടും. അത് കോപ്പിറൈറ്റുള്ള മ്യൂസിക്കാണ്. കോപ്പിറൈറ്റ് ഇല്ലെങ്കിലും എനിക്ക് മ്യൂസിക് ഇല്ലാതെ ഒരെണ്ണം ചെയ്താലെന്താ? 9 സെക്കൻഡ് 8 സെക്കൻഡേ ഉള്ളൂ മ്യൂസിക്കിൻ്റെ റൈറ്റുള്ള മ്യൂസിക് നമുക്ക് യൂസ് ചെയ്യാൻ. ഈ 9 സെക്കൻഡിൻ്റെ മ്യൂസിക് ഇട്ടാൽ നിങ്ങൾക്ക് 1 മിനിറ്റ് 3 മിനിറ്റ് വീഡിയോ കിട്ടുമോ? നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇല്ലാതെ മ്യൂസിക്കുകളുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ആരോടെങ്കിലും ഒരു മ്യൂസിക് ചെയ്യിക്കുക. നിങ്ങൾക്ക് ഡോണയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, ഇതിനകത്തുള്ള ആപ്പ് അതിൽ നിങ്ങൾ ചെയ്യുക, അങ്ങനെ ചെയ്യുക. ഇത്രയൊക്കെയാണ് പ്രാഥമികമായിട്ട് എനിക്കൊന്ന് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ മാക്സിമം നെഗറ്റീവ് കമൻറ്റ്സ് ഇടാതിരിക്കുക. കുറച്ച് ആൾ കഴിയുമ്പോഴത്തേന്, ഞാൻ തന്നെ 2 എപ്പിസോഡ് ചെയ്ത് വെച്ചാൽ അവരത് ഇതിൽ അപ്ലോഡ് ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ തെറ്റായിട്ടല്ല പറഞ്ഞത്. കാരണം ഒരു 1-2 വാക്കുകൾ അത് തെറ്റായിപ്പോയി. തെറ്റെന്ന് പറഞ്ഞാൽ നമുക്കൊരു വേറൊരു രാജ്യത്തിനെ ഹനിക്കാനോ നമുക്കൊരു വേറൊരു വ്യക്തിയെ ഹനിക്കാനോ ഒക്കെ ഒരു പരിധി വിട്ടേ പറ്റുള്ളൂ, പരിധി വരെ പറ്റുള്ളൂ. അത് ശ്രദ്ധിക്കുക. നിങ്ങൾ മാക്സിമം ഈ മ്യൂസിക് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങളത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മ്യൂസിക് സ്വന്തമായിട്ട് നിങ്ങളൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ചെയ്യിക്കണമെങ്കിൽ പുതിയ ആൾക്കാരോട് എനിക്കിനി ഫേസ്ബുക്കിൽ അങ്ങനെ ചെയ്യാം. മ്യൂസിക് ഇടാതെ ഇടാം. പിന്നെ റിപ്പീറ്റേഷൻ വരുന്ന കണ്ടൻറ്റുകൾ ഇടാതെ. എൻ്റെ ഒരു സംശയമാണ്, ഞാനിപ്പോൾ ഈ മൊബൈൽ പിടിച്ചേക്കുന്ന നേരെയാണ്. ഇതാണ് ഫേസ്ബുക്കിന് വേണ്ടത്. യൂട്യൂബിന് ചെരിച്ച് മൊബൈൽ പിടിക്കണം, അതായത് ഇങ്ങനെ. അത് യൂട്യൂബ്. കാരണം ഇവരുടെ കണ്ടൻറ്റ് അതിലേക്ക് ഇടാതിരിക്കാനും അവരുടെ കണ്ടൻറ്റ് ഇതിലേക്ക് ഇടാതിരിക്കാനും ചെയ്യുന്നതാണെന്നാണ് എൻ്റെ സംശയം. കാരണം ഇതേ കണ്ടൻറ്റ് തന്നെ നമ്മൾ ഇൻഷോട്ടിൽ നിന്നോ വീണിൽ ഒക്കെ നമുക്ക് അതിലേക്കും പോസ്റ്റ് ചെയ്യാം. കാരണം ഒരാളുടെ അത് ഇങ്ങോട്ട് വേണ്ട, അവരുടെ ഇത് നമുക്ക് വേണ്ട, അത് സെപ്പറേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. എൻ്റെയൊക്കെ പ്രോഗ്രാമിന് പാടാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് റിപ്പീറ്റ്, ഞാൻ ഇത് ഓർത്തെടുത്ത് പറയുന്നതല്ല. ഒരു സബ്ജക്റ്റ് വിചാരിച്ചു, അത് അന്നേരം തന്നെ മനസ്സിൽ തോന്നുന്നു, അന്നേരം പറഞ്ഞു വരണം. ഈ പറഞ്ഞു വരുമ്പോൾ തന്നെയാണ് അടുത്തത് ഞാൻ ഓർക്കുന്നത്. ഞാനിപ്പോൾ പോലും ഇത് എന്തൊക്കെ പറയണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്കിത് വീണ്ടും പറയാനൊക്കെ ഇല്ല. ഇതൊരിക്കൽ ഞാൻ വിട്ടുപോയാൽ അടുത്ത് പറയുമ്പം ഈ പറഞ്ഞതിൻ്റെ ആവർത്തന വിരസത എനിക്ക് തന്നെ അനുഭവപ്പെടും. ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ഇത്രയും അതുകൊണ്ട് അത് നിങ്ങൾ തുടങ്ങണം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 കൊല്ലം കഴിയട്ടെ, പിന്നെ 3 മാസത്തിനകമാണ് നിങ്ങൾക്ക് 60,000 വാച്ച് മിനിറ്റാണ് കേട്ടോ. വാച്ച് മിനിറ്റാണ്. യൂട്യൂബിന് 4,000 വാച്ച് അവറാണ്. ഇത് 60,000 വാച്ച് മിനിറ്റ്. ആ മിനിറ്റ്, അതായത് 3 മിനിറ്റ് ഇടാൻ പറയുന്നതാണ്. 60,000 വാച്ച് മിനിറ്റ്. എനിക്കൊരു 1.5 ലക്ഷം വാച്ച് മിനിറ്റ് ഉണ്ട്. പക്ഷേ എൻ്റെ ഫോളോവേഴ്സ് 5,100 ഉള്ളൂ. എനിക്കിനി 5,000 കൂടെ വേണം ഫോളോവേഴ്സ്. പക്ഷേ എനിക്ക് സ്റ്റാർ ഓപ്പണായി, ആഡ്സിൻ്റെ ഇത് ഓപ്പണായി, അങ്ങനെ 2-3 ഓപ്പണായി. ഇനി ഇൻസ്റ്റിമാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ചാണ് ഇപ്പോൾ ഇത് വരുന്നത്. അപ്പം നമ്മളതിന് വേണ്ടി ശ്രമിക്കുക. ഒരു 5,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോളോവേഴ്സിനെ ചേർക്കാൻ ഒക്കുകയില്ല. നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ പുതിയത് ആഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ പഴയൊരു ഫ്രണ്ടിനെ നിങ്ങൾ നീക്കം ചെയ്യേണ്ടി വരും. പുതിയൊരു ഫ്രണ്ടിനെ നിങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ഫോളോവേഴ്സ് നമ്മളെ അറിഞ്ഞ് ഫോളോ ചെയ്യണം, നമ്മൾ അങ്ങോട്ടും ഫോളോ ചെയ്യണം. നിങ്ങൾ ഇങ്ങോട്ടൊരു ഫ്രണ്ട് റിക്വസ്റ്റ് ഒരാൾ അയച്ചാൽ നിങ്ങളുടെ ആക്റ്റീവ് അല്ലാത്ത ഒരു ഫ്രണ്ടിനെ കളയുക. അത് A അക്ഷരം തൊട്ട് Z വരെ ഉണ്ടല്ലോ, അതിലേതെങ്കിലും നിങ്ങൾ ഒരിക്കലും കാണാത്തൊരു ഇത് കളയുക. എന്നിട്ട് ഒരാളെ ആഡ് ചെയ്യുക. കാരണം ഇങ്ങോട്ട് ഒരാൾ നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ അയാൾ ആഡ് ചെയ്തിരിക്കണം. അയാൾ നമ്മളെ ബഹുമാനിക്കുന്നു, നമ്മളെ തിരിച്ച് ഫ്രണ്ട് ആക്കണം. ഫോളോവേഴ്സിനാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങോട്ടും ഇത് ചെയ്യണം. കാരണം ഞാൻ ഏത് ഫോളോവറാണെങ്കിലും ഞാൻ തിരിച്ച് ഫോളോ ചെയ്യും. ഏത് ഗ്രൂപ്പ് ഇൻവൈറ്റ് ചെയ്താലും ഞാനത് ഗ്രൂപ്പ്. പിന്നെ ബിസിനസ് ബേസിൽ
പിന്നെ നിങ്ങൾക്ക് അത് ചെയ്ത് തരാം ഇത് ചെയ്ത് തരാമെന്നും പറഞ്ഞ് ഫേസ്ബുക്കിനും യൂട്യൂബിനും ഒക്കെ ഒരു കുഴപ്പമുണ്ട്. ഇവന്മാർ പരസ്യത്തിന് വേണ്ടി നിങ്ങൾ ഇന്നൊരു ആപ്പ് അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾക്കെല്ലാം ചെയ്തു തരാമെന്ന്. നിങ്ങളതൊരിക്കലും ചെയ്യരുത്. പൈസ കൊടുത്തൊന്നും ഇവർ അംഗീകരിക്കുകയില്ല. കാരണം എന്ത് ചെയ്താലും നിങ്ങളുടെ ഫോളോവേഴ്സ് കൂട്ടിയാലും അതൊക്കെ മനസ്സിലാക്കാൻ ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും യൂട്യൂബിനൊക്കെ ഒരു പൈസ നിങ്ങൾ മുടക്കണ്ട. നിങ്ങൾക്ക് തന്നെ ഈ ഇടയ്ക്ക് തന്നെ ഒരു ഭയങ്കരമായിട്ട് തന്നെ ഒരു സംഭവം, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഫോണ് ഹാക്ക് ചെയ്യാം, നിങ്ങളിങ്ങനെ ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് അതൊക്കെ പരസ്യമാണത്. അത് കാണാൻ മറ്റുള്ളവരുടെ ഫോണിൻ്റെ ഒരു ഇതുണ്ട് എന്നാ UPI കോഡ്, അതായത് ആ കോഡ് നമ്മുടെ ഫോണിൽ ഇത് കോപ്പി ചെയ്താലേ നമുക്ക് അവരുടെ ഇത് കിട്ടുള്ളൂ. ഒരിക്കലും നമുക്ക് അവരുടെ ഫോണിൻ്റെ ഇത് കിട്ടുമോ? ഒരു കോഡുണ്ട്, അതായത് ഈ ഗൂഗിൾ പേ ചെയ്യുമ്പോഴത്തേന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കില്ല ആ സാധനം. അല്ലാതൊന്നും ഒരാളുടെ ഫോണിൽ ഈ ലോകത്ത് നമുക്ക് കയറാനൊക്കെയല്ല. അതുപോലെ തന്നെ ഐഫോണിന് തന്നെ അമേരിക്ക വിസയെന്ന് ചോദിച്ചാൽ ആർക്കും ഹാക്ക് ചെയ്യാനൊക്കില്ല. ആർക്കും കൊണ്ടുപോയിട്ടൊരു കാര്യം, നിങ്ങളുടെ ഐഫോണോ എനിക്കോ എൻ്റെ ഐഫോണോ നിങ്ങളോ കൊണ്ടുപോയാലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ കമ്പനിക്ക് അത് ഊരിയെടുക്കാനറിയാം. കമ്പനിയുടെ കിട്ടിയാൽ അതിനകത്തെ രഹസ്യങ്ങൾ മൊത്തം ചൂഴ്ന്നെടുക്കും. അതായത് 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷത്തിൻ്റെ ഫോണും നമ്മുടെ സാധാ ഫോണും എല്ലാം സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ അവരെ കുറച്ച് പറയല്ല, കാരണം ഇതൊക്കെയാണ്. നിങ്ങളതുകൊണ്ട് വേറൊരാളുടെ ഫോണിൻ്റെ ആ സ്കാനർ നമുക്ക് കിട്ടിയാലേ നമുക്ക് ചെയ്യാനൊക്കുള്ളൂ. അല്ലെങ്കിൽ അതിനകത്ത് അവരുടെ ഫോൺ നമ്മുടെ കയ്യിൽ 10 മിനിറ്റെങ്കിലും കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കൂ. അല്ലാതെ നമ്മുടെ ഫോണിൽ നിന്നൊന്നും ഹാക്ക് എടുക്കാനൊക്കുകയില്ല. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനൊക്കെ ഉള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓർത്താൽ ബാക്കി ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. ഓക്കെ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് കയറട്ടെ. നന്ദി, നമസ്കാരം.